ഈ പേടി എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കില് നിങ്ങളൊക്കെ എവിടെ എത്തിയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് റിസ്ക് എടുക്കാനുള്ള പേടി, ബിസിനസ് തുടങ്ങാനുള്ള പേടി, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള പേടി, മറ്റുള്ളവരനെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെന്തെങ്കിലും വേദനിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി, അതുപോലെ കോമൺ ആയിട്ടൊരു നമ്മുടെ പബ്ലിക് നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള പേടി. ആ ലിസ്റ്റ് അങ്ങനെ കേറി, 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 കേറി പോവും അല്ലേ? ഈ പേടി കാരണം കൊണ്ടാണ് നമ്മളെപ്പോലെ പ്രത്യേകിച്ചും സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ ജീവിതം അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ അവസാനിക്കുന്നത്. ഇത് പറയാൻ പ്രത്യേകിച്ച് വേറൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആർട്ടിക്കിളിൽ പറയണത് ഇങ്ങനെയാണ്. അതായത് മരണം ഒഴിച്ചുള്ള എല്ലാ പേടികളും വെറും തോന്നല് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു സൈക്കോളജി മാത്രമാണ്. എന്നാ മരണത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിൻ്റെ അടുത്ത് ഈ പേടിക്കൊന്നും ഒരു സ്ഥാനമൊന്നുമില്ല. കാരണം നിങ്ങളൊരു പേടിയുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മരണം തട്ടിയെടുക്കാതിരിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഈ പേടി എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നായിരുന്നു ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഹ് ഒന്ന് നോക്കുമ്പോൾ സത്യമാണ്. കാരണം നമ്മൾ ചുമ്മാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആകുലതകള് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് അതിനെപ്പറ്റി നമ്മുടേതായിട്ടുള്ളൊരു ഭാവന കലർത്തി നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഒന്നുകൂടി വലുതാക്കി ഇതെല്ലാം ഒരു തലച്ചോറിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ഞാനും ഒരു സമയത്ത് ഒത്തിരി പേടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഞാൻ പലപ്പോഴും പല പോഡ്കാസ്റ്റിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ലിജിനും പല കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം രമ്യ ടീച്ചർ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. രമ്യ ടീച്ചർ ഞങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബറാണ്, ഫോളോവറാണ്. അപ്പോൾ രമ്യ ടീച്ചർ സ്കൂളിലെ അധ്യാപികയാണ്. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്. രമ്യ ടീച്ചർക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പ്രസംഗിക്കണം അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒറ്റ പേടി കാരണം കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി സമയം അത് ചെയ്യാതെ ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ അതായത് നമ്മൾ ഓഡിയൻസ് ആയിട്ട് ഇരുന്നിട്ട് ഒത്തിരി സമയം അങ്ങനെ കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞു, "ഓക്കെ സ്കൂൾ ആനുവൽ ഡേക്കോ PTA ഡേക്കോ ഞാൻ എൻ്റേതായിട്ടുള്ള കൗമാരപ്രായമായിട്ടുള്ള കുട്ടികളോടത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു." അപ്പോൾ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ അത് ഒരു മെമ്മോ പോലെ ആക്കിയിട്ട് എല്ലാ ക്ലാസ്സുകളിലേക്ക് അയച്ചു കൊടുത്തു. സംഭവം പിന്നെ ടീച്ചർക്ക് അതിന്ന് ഊരിപ്പോരാനുള്ള ഒരു അവസരം ഇല്ലാത്ത പോലെയായി. പിന്നെ ടീച്ചർക്ക് ആ പ്രസന്റേഷൻ എങ്ങനെയെങ്കിലും എത്ര നന്നാക്കി ചെയ്യണം എന്നുള്ള ആഗ്രഹമായി. അങ്ങനെ ഒടുവിൽ ആ പ്രസന്റേഷൻ ചെയ്തു. ഒത്തിരി 350ഓളം പേരുടെ മുമ്പില് ധൈര്യത്തോടു കൂടി ആ പ്രസന്റേഷൻ ചെയ്തു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി നല്ല കമന്റ്സ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. ഈ പേടിയുടെ പ്രശ്നം എങ്ങനെയാണ്? നമ്മൾ പേടിച്ചൊരു കാര്യം വർഷങ്ങളോളം ചെയ്യാതിരിക്കും. എന്നാൽ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അയ്യോ! ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒത്തിരി പേടികളെന്നെ ഓവർകം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ഒത്തിരി ആളുകളെ ഇതേപോലെ പേടീനെ ഓവർകം ചെയ്യാൻ ഇപ്പോൾ ഞാനും ലിജിനും ഞങ്ങളെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ജീവിതത്തിൻ്റെ പല തുറകളിലുള്ള ആൾക്കാരിനെ, പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരിനെ പല രീതിയിൽ പേടികളിനെ ഓവർകം ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പേടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പേടി. അല്ലെങ്കിൽ നമ്മളൊരാളുടെ അടുത്ത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ പറയണത് തെറ്റായി പോവോ എന്നുള്ളൊരു പേടി. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തായിരുന്നു. അതായത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു നമ്മൾ പറയണ കാര്യം നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല കേൾക്കുന്ന ആൾക്കാരെ ഇംപ്രസ് ചെയ്യാവുന്ന പോലെ സംസാരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. ഞാനൊരു ടെഡെക്സ് സ്പീക്കറാണ്, കീനോട്ട് സ്പീക്കറാണ്, ഓസ്ട്രേലിയയിലാണ്, ഇംഗ്ലീഷ് സ്പീക്കറാണ്. ഒപ്പം തന്നെ ലിജിനുണ്ടായിരുന്നു. ലിജിനും ഒരു സ്പീക്കറാണ്, ലിജിനൊരു യൂണിവേഴ്സിറ്റി ലെക്ചററാണ്, ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ലെക്ചററാണ്. ഒപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള ഞങ്ങളുടെ ഓർഗനൈസേഷനായിട്ട് വെരി ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഷാമൈൻ ബൊണാർഡ് ഉണ്ടായിരുന്നു. ഷാമൈൻ ഒരു ഇംഗ്ലീഷ് സ്പീക്കറാണ്, ഇംഗ്ലീഷ് ബോൺ വിമൺ ആണ്. ഷീ ഈസ് എ ഹൈലി അച്ചീവർ. ഒത്തിരി പബ്ലിക് സ്പീക്കിംഗ് അവാർഡ്സും ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അവാർഡുകളെല്ലാം കിട്ടിയിട്ടുള്ള ഒരു സ്പീച്ച് ട്രെയിനറാണ്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാവർക്കും പേടിയാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എന്താണെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ലോകത്ത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നതായിട്ടുള്ള ഈ ഡിജിറ്റൽ യുഗത്തിലെ ഏഹ്, ബൗണ്ടറികളില്ലാത്ത ലോകത്ത് എല്ലാവർക്കും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഇത്തരം ജോലികളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കരിയറിൽ പ്രത്യേകിച്ചും UK, ഓസ്ട്രേലിയ,
ന്യൂസിലാൻഡ് അതുപോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ചേഞ്ച് ചെയ്തതുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ഇമിഗ്രൻസിനെതിരെ ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് അവർക്കെല്ലാം കുറേ പേർക്ക് ജോലി പോകാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജോലി ടെർമിനേഷൻ ലെറ്റർ കിട്ടിയ ഒരാളായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥകൾ കൂടെയാണ് പ്രത്യേകിച്ചും നമ്മൾ മലയാളീസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരം ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും, ഇപ്പം ഞങ്ങൾക്കുള്ള ഒരു സ്കില്ല് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം വെബിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വെബിനാർ തിങ്കളാഴ്ച വരുന്നുണ്ട്. തിങ്കളാഴ്ച, അതായത് ഒക്ടോബർ 6-ാം തീയതി ഓസ്ട്രേലിയൻ സമയം 7 മണിക്കും ഇന്ത്യൻ സമയം 2:30ക്കും. ഞാൻ അതിൻ്റെ ഫ്ലയർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ അതിലൊരു ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഇതേപോലെ പുറം രാജ്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ഇത്തരം ഏരിയകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഷാമയിനെ പോലെയുള്ള ആളുകളുടെ സംസാരിക്കാനും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അറിവ് നേടാനുള്ള ഒരു അവസരങ്ങൾ കൂടിയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ അറിയാതെ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബ്രെയിനിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന ആ ഒരു പേടിയുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ ഒത്തിരി അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയും. നമുക്ക് ജോലികൾ കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയും. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, പേടിച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പിച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും നമുക്കുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒരവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നമുക്ക് കിട്ടാനും പാടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, ഇപ്പോൾ രമ്യ ടീച്ചറിനെ പോലെ ധൈര്യമായിട്ട് ചില കാര്യങ്ങളിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ലൈഫിൽ നമുക്ക് കാണാത്ത അത്രയും ഉയരങ്ങളിലേക്ക് എത്താനും മറ്റുള്ള ആൾക്കാരനെ കൂടെ ഇൻസ്പയർ ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ഓൺ ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഈ പേടി എന്ന് പറയണത് ചിലപ്പോഴൊക്കെ ഒരു തോന്നൽ മാത്രമാണ്. ഈ പേടി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മൾ അർഹിക്കണ പല സൗഭാഗ്യങ്ങളും നമ്മൾ അനുഭവിക്കാണ്ട് പോണത്. അതുകൊണ്ട് നിങ്ങളെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇതിന് താഴെ കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്തരം പേടികളെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പേടീനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ, എന്തുകൊണ്ടാണ് മനുഷ്യൻ പേടിക്കണത്, അല്ലെങ്കിൽ ഈ പേടീനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെയാണ് ഈ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇതിനെ ഓവർകം ചെയ്തതെന്നൊക്കെ അറിയാനായിട്ട് ഇതിൻ്റെ താഴെ ഫിയർ എന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഇത്തരം കൂടുതൽ വീഡിയോസ് തരാം. ഇതിനെ പറ്റിയിട്ട് ഓവർകം ചെയ്യാൻ സഹായിക്കുന്ന തരം പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഫിയർ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് തരാം. ഒപ്പം തന്നെ രമ്യ ടീച്ചർക്ക് 1000 അഭിനന്ദനങ്ങളും.